പിണറായി പോലീസിന്റെ അനാസ്ഥകളെ ഒന്നൊന്നായി എണ്ണിപ്പറയുകയാണ് മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ. പോലീസിന്റെ അലംഭാവം കൊണ്ട് നഷ്ടപ്പെട്ട ജീവനുകളും അവർ തല്ലിച്ചതച്ചതിന്റെ കണക്കുകളും അവതരിപ്പിച്ച മുഖ്യന്റെ വാ മൂടുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ ആരുടെയൊക്കെ സാന്നിധ്യമുണ്ട് സാർ? തിരുവനന്തപുരത്തെ പോലീസ് സൂപ്രണ്ടിന്റെ സാന്നിധ്യമുണ്ട്. മാത്രമല്ല അവരുടെയൊക്കെ കൂടെ വിശിഷ്ടാതിഥിയായിട്ട് ഒരു ഗുണ്ടാ തലവൻ ഓം പ്രകാശുമുണ്ട് സാർ. ഓം പ്രകാശും SP നോക്കി നിൽക്കുമ്പോൾ ഇവര് രണ്ട് CIമാർ തമ്മിൽ പൊരിഞ്ഞ അടി. എന്തിനായിരുന്നു അടിയെന്നറിയോ? ഈ ഹോട്ടലിന് ബാർ ലൈസൻസ് വാങ്ങിക്കൊടുത്തത് ഞാനാണെന്ന് രണ്ടു കൂട്ടരും പരസ്പരം അവകാശവാദം ഉന്നയിച്ചു. അവസാനം SP-യും ഓം പ്രകാശും കൂടി തീരുമാനത്തിലെത്തിച്ചു. അങ്ങനെ സംഗതി 8 മിനിറ്റ് ആയിട്ടുള്ളൂ സാർ. സംഗതി പ്രശ്നം മധ്യസ്ഥതയിൽ ഗുണ്ടാ തലവനും SP-യും തമ്മിൽ മദ്യം പറയാം. ഇതെന്താ സർ? ബോംബെയിലെ അധോലോകമാണ്. ബോംബെയിലെ അധോലോകത്തെ കേരളത്തിലേക്ക് പറിച്ചു നടന്ന സ്ഥിതിയാണ് സാർ ഇപ്പോ ഇവിടെ നമുക്ക് കാണാൻ ചെയ്യുന്നത്. സാർ ഇവിടെ മഞ്ചേശ്വരം എന്റെ സുഹൃത്ത് അഷറഫ് ഇന്നലെ ചൂണ്ടിക്കാണിച്ചൊരു സംഗതി ഉണ്ട്. ഒരു മുഹമ്മദ് ആഷിഫ് ബയാറിലുള്ളത് ആക്സിഡന്റ് ആണെന്നല്ല എല്ലാവരും കരുതിയത്. പിന്നീട് സംഭവ സ്ഥലത്തൊരു ലാത്തി കാണുന്നു. ഇപ്പൊ അത് ഒരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. സാർ നമ്മുടെ പോലീസ് എത്രമാത്രം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു, എത്രമാത്രം ഗുണ്ടകളുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് സാർ ഇതൊക്കെ തെളിയിക്കുന്നത്. തമ്മനം ഫൈസലിന്റെ കഥ ഞാനിപ്പോ ആവർത്തിക്കുന്നില്ല. മുമ്പ് നമ്മളിവിടെ പറഞ്ഞതാണ്. ലഹരി പാർട്ടി നടത്തുന്നു. പോലീസ് പോയി നോക്കിയപ്പോ ലഹരി പാർട്ടിയിലെ മുഖ്യാതിഥി DYSP ആണ്. സാർ ഇവിടെ തുമ്പ പോലീസിൽ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി സാർ. തുമ്പ പോലീസ് കൈക്കൂലി വാങ്ങിയത് Google Payയിലൂടെയാണ് സാർ. നമ്മുടെ കേരളത്തിലെ പോലീസ് ഇപ്പോ നിങ്ങൾക്ക് പറയാം അവകാശപ്പെടാം. എന്ത്? കേരളത്തിൽ കൈക്കൂലി ഡിജിറ്റലൈസ് ചെയ്തത് ഇന്ത്യയിൽ തന്നെ ഞങ്ങളാണ് കൈക്കൂലിയായിട്ട് മാറാണ് സാർ. ഇങ്ങനെ അതുപോലെ തന്നെ സാർ ഇന്നലെ ഇവിടെ വിശദീകരിച്ച ലഹരിക്കടിമപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ചെയ്തു കൂട്ടുന്നത് സാർ, ഇതൊക്കെ തടയാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് സാർ. എത്ര മക്കളാണ് നൊന്തുപെറ്റ അമ്മമാരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നത്? എല്ലാം MDMA-യും ലഹരിയും ഒക്കെ ആയിട്ട് കേരളം ഇന്ന് ലഹരിയുടെ ഹബ്ബായിട്ട് മാറുകയാണ്. അപ്പൊ അതിൽ പോലീസ് നോക്കുകുത്തിയാണ് സാർ, സംവിധാനം നോക്കുകുത്തിയാണ് സാർ. ഇന്നലെ നിങ്ങൾ ചർച്ച ചെയ്തു. അതുകൊണ്ട് എന്താ കാര്യം? എന്തെങ്കിലും പ്രത്യേകിച്ച് തീരുമാനമെടുത്തോ? ആകെ എല്ലായിടത്തും സാർ ഈ ലഹരി വ്യാപനം വളരെ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഇവിടുത്തെ ക്രമസമാധാനം ആകെ തകർന്നു എന്ന് പറഞ്ഞാൽ അത് അക്ഷരത്തിലും അർത്ഥത്തിലും ശരിയാണ് സാർ. ആളുകൾക്ക് ഭയപ്പാടാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് സാർ ഭയപ്പാടാണ്. കോട്ടയത്ത് ഒരു ഗുണ്ട പോലീസിനെ ചവിട്ടിക്കൊല്ലേണ്ടായി. കോട്ടയത്ത് ഒരു പോലീസ് ഓഫീസർമാർ എങ്ങനെ, നല്ല പോലീസ് ഓഫീസർമാരുണ്ടല്ലോ ഈ കൂട്ടത്തിൽ, അവരെങ്ങനെ ജോലി ചെയ്യും? അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ഗുണ്ട ഏറ്റുമാനൂരിൽ ഗുണ്ട പോലീസിനെ ചവിട്ടി കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി. വയനാട്ടിലെ അന്യസംസ്ഥാന തൊഴിലാളിയെ കൊന്നിട്ട് പീസാക്കി. സാർ ഇങ്ങനെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് സാർ ഉയർന്നു വരുന്ന കഥകൾ വളരെ ദൈന്യതയാർന്നതാണ് സാർ, ഭീതിതമാണ് സാർ, ഭീകരമാണ് സാർ. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്ന പൈശാചികത ബാലരാമപുരത്ത് നമ്മൾ കാണുകയുണ്ടായി സാർ. ഈ പിണറായി കാലത്തെ ക്രമസമാധാന സ്ഥിതി വളരെ ലജ്ജാവഹമാണ് സ്ഥിതി സാർ. അതുകൊണ്ട് ഇത് ചർച്ച ചെയ്യാൻ, അടിയന്തരമായി ഇത് ചർച്ച ചെയ്യാൻ ഈ സഭ നിർത്തിവെക്കണമെന്ന് ഞാൻ ഈ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയാണ് സാർ.